ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ വെറുതെ ഒരു ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. നമുക്കല്ല, മേമയ്ക്കാണ്. മേമയ്ക്ക് കല്യാണം ഉണ്ട് കേട്ടോ. മേമയ്ക്ക് കല്യാണമല്ല, മേമയ്ക്ക് 17-ാം തീയതി കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് പോവാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇതേ ഞങ്ങളിങ്ങനെ റോട്ടിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ റോഡിൻ്റെ താഴ്ഭാഗത്തല്ലേ ഇവരെ വീട്. അപ്പോൾ കയറ്റം കയറി വരുമ്പോൾ നല്ല കതപ്പായിരിക്കും കേട്ടോ. ഇവരൊക്കെ ഇത് ഡെയിലി കയറി ഇറങ്ങുന്ന ആൾക്കാരാണ്. ഇവർക്കൊന്നും അത് വലിയൊരു വിഷയമുള്ള കാര്യമല്ല കേട്ടോ. ഈ ഭാഗത്ത് കാണുന്ന മേലെ ഉള്ളതൊക്കെ പാടികളാണ് കേട്ടോ. ഇതുപോലെ ഒരു പാടിയിലായിരുന്നു ഇവരും ആദ്യം താമസിച്ചിട്ടുണ്ടായിരുന്നത്, പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. അന്നൊക്കെ ഞാൻ വിരുന്നൊക്കെ വരുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പാടിയിലൊക്കെ നിറയെ പൂക്കളായിരിക്കും. ഇവിടെ ഒരു പ്രത്യേക തരം പൂവുണ്ട് കേട്ടോ. അന്ന് അത് എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാൻ. റെഡ് കളറായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ഇവിടുത്തെ വെയിറ്റിംഗ് ഷെഡാണ് കേട്ടോ ഇത്. കുറേ കാലമായിട്ട് ഇത് ഇതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇത് കേടുവരുത്താനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ അതേ കുറേ കഴിഞ്ഞപ്പോൾ ബസ് വന്നു. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ ബസ്സിനെ. ബസ് വരാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ ദേ ബസ്സിൽ കയറി നമ്മൾ യാത്ര തുടർന്നു. ഒരു അരമണിക്കൂറോളം യാത്ര ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ഗൂഡല്ലൂരിലേക്കാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. നമ്മൾ നേരത്തെ പോകുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് ഇരുട്ടാവുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങോട്ട് തന്നെ എത്തണം. ഇവിടെ ആനയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിയാണ് കേട്ടോ രാത്രിയൊക്കെ വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ മാക്സിമം ഒരു 6:30-7 മണീൻ്റെ ഉള്ളിൽ വീട്ടിൽ കയറുന്നവരാണ്. അങ്ങനെ ഇതേ നമ്മൾ നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞില്ല. നമ്മൾ കുറച്ച് ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ ദേ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കടയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ട് ഒരു നമ്മളവിടെയൊക്കെ ചെറിയ അങ്ങനെ ഇതുപോലത്തെ സംഭവമല്ലേ, അതുപോലത്തെ ഒരു സംഭവം. ഇവിടെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെയൊക്കെ വരുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ലോലൂസിന് പറ്റിയ ടീഷർട്ടോ അങ്ങനെ വല്ലതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. പക്ഷേ ലോലൂസിന് പറ്റിയ ഒന്നും കിട്ടിയില്ല. എനിക്ക് പറ്റിയ 2-3 ഐറ്റംസ് കിട്ടി. അപ്പം ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ പിന്നെ നമ്മൾ കുറച്ച് നേരം എല്ലാ സംഭവങ്ങളും ചുറ്റി കണ്ടു കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്, പക്ഷേ ഇവിടെ നല്ല വിലയുണ്ട്. വിലക്കുറവാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വരുന്നത്, പക്ഷേ നല്ല വിലയായിരുന്നു. പിന്നെ നമ്മൾ ചക്രവർത്തി എന്ന് പറയുന്ന വേറൊരു കടയുണ്ട്. അപ്പോൾ ആ കടയിലേക്ക് പോയി. അവിടുന്ന് ദേ ഈ കവർ കണ്ടോ, ഇത് അവിടുത്തെ കവറാണ് കേട്ടോ. അതിൽ മേമയ്ക്കുള്ള ഡ്രസ്സും പിന്നെ ലൂലൂസിന് 2-3 കൂട്ടം ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിൽ വന്നു. പിന്നെ ബസ്സൊക്കെ കയറി. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.